രക്ഷിതാക്കളോട് ഞാൻ അടിവരയിട്ട് പറയാണ്, ശ്രദ്ധിക്കുക. എത്രത്തോളം അറിയങ്ങളെ, ഇതിൽ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും പെട്ടുകൊണ്ടെന്നാണ്. ശനി ഞായറും വീട്ടിൽ നിന്നാൽ എൻ്റെ മകൾക്ക് എന്തോ ഒരു ബേജാറാണ്. അവള് കണ്ണുരുട്ടി സംസാരിക്കുകയാണ്, മുഖം ചുവപ്പിച്ച് സംസാരിക്കുകയാണ്. ശനി ഞായറും മാത്രമേ ഉള്ളൂ, അല്ലാത്ത സ്കൂളുള്ള ഡേയ്സിൽ ഇവൾക്കൊരു പ്രശ്നമില്ല എന്നൊരു ഉമ്മ പറഞ്ഞത്. സ്കൂളുള്ള ദിവസം അവൾക്കൊരു കുഴപ്പമില്ല. ശനി ഞായറും അവൾ വീട്ടിൽ ലീവിനായിട്ട് അവൾക്ക് പോലും അറിയുന്നില്ല എന്താണ് അവൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന്. അവര് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പോ വിദഗ്ധനായ ഡോക്ടർ പഠനത്തിലൂടെ ചെറിയ ചെറിയ ചോദ്യങ്ങളിലൂടെ, അങ്ങനെ കഴിവുള്ള ആൾക്കാരുണ്ടല്ലോ, ആ കുട്ടിയെ കൊണ്ടെത്തിച്ചത് അവൾക്കൊരു അഫെയർ ഉണ്ട് സ്കൂളിൽ. പ്രേമിക്കുന്നൊരു ചെക്കുണ്ട്. ആ ചെക്കൻ അവൾക്ക് സ്കൂളിൽ എത്തിയാൽ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്നത് അവൻ കടിച്ച ചുയിങ്കത്തിന്റെ പൊട്ട, ചുയിങ്കത്തിന്റെ ഒരു ഭാഗം അവൾക്ക് കൊടുക്കും. അവളത് കഴിക്കും. ഇത് 2 വർഷമായിട്ട് തുടരുന്നുണ്ട്. 2 വർഷമായിട്ട് ഈ ബന്ധം ഇങ്ങനെ തന്നെ തുടരുന്നുണ്ട്. അത് അവള് പറഞ്ഞതാ. പക്ഷെ ഈ ചുയിങ്കത്തിന്റെ ഉള്ളിൽ അവളുടെ ശരീരത്തിലേക്ക് വലിയൊരു ലഹരി പദാർത്ഥം ഇവർ എത്തിക്കുന്നുണ്ട് എന്ന് അവൾ പോലും അറിയണില്ല. സ്കൂളിൽ എല്ലാ ദിവസവും ക്യാമ്പസിൽ തോൽക്കത് കിട്ടുന്നുണ്ട്. ശരി, ഞാനത് കിട്ടണില്ല. കിട്ടാത്തതിന്റെ ബേജാറാണ് കാണിക്കണേ. അപ്പൊ വലിയൊരു ലഹരിക്ക് അവൾ അടിമയായിരുന്നു എന്ന് അവൾ പോലും അറിയുന്നത് എപ്പോഴാണ്? ഈ ഡോക്ടറുടെ വിദഗ്ധമായ ചില പരിശോധനയിലൂടെയാണ്. ഞാൻ എന്താ പറഞ്ഞതിന്റെ ചുരുക്കൾക്ക് മനസ്സിലായോ? മക്കളുടെ അബദ്ധസഞ്ചാരം സേഫ് സോണിലല്ല. നമ്മുടെ മക്കൾ 100-ൽ 100 സേഫ് സോണിലല്ല. 4ഉം 5ഒക്കെ വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അവൾ ക്യാമ്പസുകളിലാണ് പഠിക്കുന്നത്, അല്ലേ? LKGയിൽ നിന്നും UKGയിൽ നിന്നും പഠനം തുടങ്ങി ഒരു 10-25 വയസ്സ് വരെ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുള്ള സമയം വളരെ കുറച്ചാണ്. അവർ അവരുടെ പഠന ലോകത്താണ്, അവർ അവരുടെ ക്യാമ്പസുകളിലാണ്. ഈ സ്കൂളിൽ രാവിലെ 10 മണിക്ക് പോയാൽ 8 മണിക്ക് പോയാൽ വരുന്നത് 5 മണിക്കാണെങ്കിൽ അത് കഴിഞ്ഞാൽ ട്യൂഷൻ ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാലോ അവരവരുടെ പഠനങ്ങളും പ്രൊജക്റ്റുകളായിട്ട് അവർ ഏതോ ഒരു ലോകത്താണ്. ഇതെത്ര കൊല്ലം? വിരലിൽ എണ്ണാവുന്നതിലധികം വർഷം. ഈ ഒരു കാലയളവിൽ ഇടപെടണം എന്നാ ഞാൻ പറഞ്ഞത്. ആ ഇടപെടലിൽ ഏറ്റവും പ്രധാന കാര്യങ്ങള് ദീനീ രംഗത്ത് അവർക്ക് കൊടുക്കാവുന്ന പഠനങ്ങളും വിദ്യാഭ്യാസങ്ങളും കൊടുത്തിരിക്കണം. ഇപ്പം എല്ലാ ഞായറാഴ്ച നമ്മുടെ പടന്ന മൂസഹാജ് മുക്കിൽ ഒരു സലഫി സെന്റർ ഉണ്ട്. അതിൻ്റെ മേലെ രാവിലെ 11 മണിക്ക് മദ്രസ പഠനം കഴിഞ്ഞ സ്കൂൾ കുട്ടികൾക്ക്, ഡിഗ്രിയിൽ പഠിക്കുന്ന +1 +2 8ാം ക്ലാസ് മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഏത് കുട്ടികളാകട്ടെ, കുറെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് പ്രത്യേകമായി ഇന്നത്തെ ടീനേജുകാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരമായി CRE എന്നവരുടെ സംവിധാനം നടക്കുന്നുണ്ട്. നമ്മൾ എത്ര മക്കൾ അവിടെ എത്തലുണ്ട്? അതല്ല, അവരെ കുറിച്ച് നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണോ ആത്മവിശ്വാസത്തിലാണോ?